ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. കിഷ്കിന്ധ കാണ്ഡമാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. മായാ മനുഷ്യരൂപം പൂണ്ട ജാനകിയെ തിരഞ്ഞ് വനത്തിൽ സഞ്ചരിക്കുന്ന ദശരഥ നന്ദന്മാർ രണ്ടുപേരെയും നമുക്ക് ഭജിക്കാം. ഹരേ കൃഷ്ണ. ബ്രഹ്മജ്ഞാനമാകുന്ന പാൽക്കടലിൽ നിന്നുയർന്ന ശ്രീരാമചന്ദ്രൻ നമ്മുടെ ഉള്ളിലെ കലിബാധ തീർച്ചയായിട്ടും അകറ്റും. രാമഭജനം ഈ കലിയുഗത്തിൽ വളരെ വലിയ ഫലമാണ് നമുക്കെല്ലാവർക്കും തരുന്നത്. കലിയുഗത്തിൻ്റെ പ്രത്യേകത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാമം ജപിക്കുക, നാമജപം, അത് മാത്രമേ ഉള്ളൂ കലിയുഗത്തിൽ ഉള്ള ഒരേ ഒരു രക്ഷ. ഹരേ കൃഷ്ണ. ശ്രീരാമനും ലക്ഷ്മണനും ദണ്ഡകത്തിൽ കടന്നു. വാനര സൈന്യത്തെ തേടി പോവുകയാണ് അവർ രണ്ടുപേരും. പർവ്വത ശിഖരത്തിൽ പഞ്ചവാനരന്മാർ അവരെ കണ്ടു. ഉള്ളിൽ സംശയം തോന്നി. സുഗ്രീവൻ പറഞ്ഞു, നോക്കൂ, 2 മനുഷ്യർ വരുന്നുണ്ട്. ബാലിരാജാവ് പറഞ്ഞയച്ച ചാരന്മാരായിരിക്കും. ബുദ്ധിസാഗരനാണ് ബാലി. പല തന്ത്രങ്ങളും അറിയാം. സത്യവും മിഥ്യയും തത്വവും വേർതിരിച്ചറിയും. സുഗ്രീവൻ പറയുന്നത് കേട്ട് വാനരന്മാർ ഭയന്നു. വലിയ മരക്കൊമ്പുകളിൽ ചെന്നു ചേർന്നു. മരങ്ങളും പൂക്കളും കായ്കളും കൊഴിഞ്ഞു, ശാഖകൾ ഒടിഞ്ഞു. പർവ്വത ശിഖരത്തിലുണ്ടായിരുന്ന സിംഹങ്ങളും പുലികളും ഉച്ചസ്വരത്തിൽ കരഞ്ഞുകൊണ്ട് ഓടി. ഹനുമാൻ അപ്പോൾ പറഞ്ഞു, ഭയപ്പെടരുത്. ബാലിയെ കാണാതെ എന്തിനാണ് ഭയപ്പെടുന്നത്? വാനരന്മാർ ചാബല്യമുള്ളവരാണെന്ന് ലോകം പറയുന്നു. ശരി, ഞാൻ പോയി അവർ ആരാണ് എന്ന് അറിഞ്ഞിട്ട് വരാം. വാസ്തവമറിയാതെ സംഭ്രമിക്കുന്നത് എന്തിന്? സുഗ്രീവൻ പറഞ്ഞു, 2 പേരും തപസ്വികളാണ്. പക്ഷേ കയ്യിൽ അമ്പും വില്ലും കാണുന്നു. രാജകുമാരന്മാർ തപസ്വേഷം കെട്ടിയതാകാം. വേഗം ചെല്ലൂ, ഹനുമാൻ വിവരം അറിഞ്ഞിട്ട് വരൂ. ഹനുമാൻ ഒരു മഹാതപസ്വിയുടെ വേഷത്തിൽ ചെന്നു അവരോട് സംസാരിച്ചു. പ്രഭോ, രൂപം കണ്ടിട്ട് തന്നെ ഏതോ രാജാവിൻ്റെ പുത്രന്മാരാണെന്ന് തോന്നുന്നു. ചന്ദ്രനും സൂര്യനും പോലെയുള്ള 2 പേരും ആകാശമണ്ഡലം വിട്ട് ഭൂമിയിൽ വനത്തിൽ അലയുന്നത് എന്തിന്? എവിടെയാണ് ഭവനം? എന്തു കാരണത്തിനാണ് ഇവിടെ വന്നത്? എല്ലാ വിവരങ്ങളും വിശദമായി പറയൂ. ലോകത്തിൽ പ്രസിദ്ധരായ സുഗ്രീവൻ എന്ന വാനര രാജാവിൻ്റെ മന്ത്രിയാണ് ഞാൻ. ഹനുമാൻ എന്ന് പേര്. നിങ്ങളോട് മൈത്രി വേണമെന്ന് അഭിലാഷിച്ച് എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചിരിക്കുകയാണ്. ശ്രീരാമൻ പറഞ്ഞു, ലക്ഷ്മണ, സുഗ്രീവൻ്റെ മിത്രവുമായി സംസാരിക്കൂ. കമലലോചനൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ ഹനുമാനോട് പറഞ്ഞു, ഞങ്ങൾ ദശരഥ മഹാരാജാവിൻ്റെ പുത്രന്മാരായ ശ്രീരാമനും ലക്ഷ്മണനുമാണ്. പിതാവിൻ്റെ സത്യം പാലിക്കാനായി കാനനത്തിലേക്ക് വന്നു. ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് രാവണൻ സീതാദേവിയെ അപഹരിച്ചു. ഒരു ദിവ്യപുരുഷൻ ഞങ്ങളോട് പറഞ്ഞു, സുഗ്രീവൻ നിമിത്തം എല്ലാ ക്ലേശങ്ങളും തീരുമെന്ന്. അതുകൊണ്ട് സുഗ്രീവനെ തേടി വന്നതാണ് ഞങ്ങൾ. ഞങ്ങൾ 2 പേരെയും സുഗ്രീവൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകൂ. ഹനുമാൻ മറുപടി പറഞ്ഞു, സുഗ്രീവനെ കണ്ടാൽ നിങ്ങൾക്ക് 2 കൂട്ടർക്കും സന്തോഷമാകും. സുഗ്രീവൻ ഇപ്പോൾ രാജ്യവുമില്ല, പത്നിയുമില്ല. ബാലി സുഗ്രീവ രാജാവിനെ രാജ്യഭ്രഷ്ടനാക്കി നാട്ടിൽ നിന്നും ഓടിച്ചു.
നിങ്ങളുടെ സഹായത്താൽ സുഗ്രീവന് രാജ്യം തിരികെ കിട്ടും. സുഗ്രീവൻ സീതാദേവിയെ വീണ്ടെടുത്തു തരും. രാജ്യം നഷ്ടപ്പെട്ടു കാട്ടിലലയുന്ന സുഗ്രീവന് നിങ്ങളെ കണ്ടാൽ രാജ്യം ലഭിക്കും. രാമൻ കൽപ്പിച്ചു, വാനര പോകാം, ഞങ്ങളെ സുഗ്രീവനുമായി ബന്ധപ്പെടുത്തു. രാമൻ പറഞ്ഞതനുസരിച്ച് ഹനുമാൻ ഋഷ്യമുഖത്തിലേക്ക് ചെന്നു സുഗ്രീവനോട് പറഞ്ഞു, വാനരരൂപം ഉപേക്ഷിച്ച് തേജോമയനായ ഒരു മനുഷ്യരൂപം ധരിക്കൂ. പാദ്യം, അർഘ്യം എന്നിവ കൊണ്ട് ശിഷ്ടാചാരം ചെയ്താലും ദശരഥപുത്രനായ രാമൻ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ഉപകാരം ചെയ്താൽ അങ്ങയുടെ കാര്യം സാധിക്കും. രാമൻ്റെ അനുജൻ ലക്ഷ്മണൻ ശിഷ്ടനാരാണ് ദുഷ്ടനാരാണ് എന്നെല്ലാം നിരീക്ഷിക്കുന്നു. രാമൻ്റെ പത്നി സീതയെ രാവണൻ അപഹരിച്ചു. അതിനാൽ അവർക്ക് അങ്ങയെക്കൊണ്ടും പ്രയോജനമുണ്ട്. സുഗ്രീവ, അങ്ങേക്കിപ്പോൾ വിധി അനുകൂലമാണ്. അതുകൊണ്ടാണ് ഗുണനിധിയായ രാമനെ കണ്ടുമുട്ടിയത്. ഇത്രയും കാലം സഹിച്ച ദുഃഖത്തിൽ നിന്നും മോചനമായി രാമസ്വരൂപനായ ജനാർദ്ദനൻ സഹായത്തിനെത്തിയിരിക്കുന്നു. 4 വേദങ്ങൾ കൊണ്ടും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയാത്ത ബ്രഹ്മാവും ശങ്കരനും കൊതിക്കുന്ന യോഗികൾ ധ്യാനം കൊണ്ടും ഋഷികൾ യാഗം കൊണ്ടും തിരയുന്ന ആ തത്വസ്വരൂപൻ ഇതാ കവാടത്തിൽ വന്ന് നിൽക്കുന്നു. രാമൻ വന്നിട്ടുണ്ടെന്നറിഞ്ഞ ഉടൻ തന്നെ സുഗ്രീവൻ ജലവും പുഷ്പങ്ങളും ഫലവും കൊണ്ട് കവാടത്തിലെത്തി. സുഗ്രീവന് മഹാഭാഗ്യം. ശുഭമുഹൂർത്തത്തിൽ രാമനെ കണ്ടു. പാദ്യവും അർഘ്യവും നൽകി ശ്രീരാമനെ പൂജിച്ചു. സ്നേഹവും ആനന്ദവും കൊണ്ട് രാമന് കണ്ണുനീർ പൊടിഞ്ഞു. കൈകൂപ്പിക്കൊണ്ട് സുഗ്രീവൻ ഇപ്രകാരം പറഞ്ഞു, അങ്ങയുടെ കാര്യം എനിക്ക് മനസ്സിലായി. ഹനുമാൻ എല്ലാം എന്നോട് പറഞ്ഞു. സീതാദേവിയെ മോചിപ്പിക്കാൻ ഞാൻ അങ്ങയെ സഹായിക്കാം. രാമൻ മൃഗങ്ങളോട് സന്ധി ചെയ്യുന്നുവെന്ന് കരുതരുത്. മൃഗമായാലും ഭഗവാന്റെ അനുഗ്രഹം നേടിയവൻ മിത്രം തന്നെ എന്നു പറഞ്ഞുകൊണ്ട് രഘുവീരൻ സുഗ്രീവനെ ആശ്ലേഷം ചെയ്തു. സുഗ്രീവൻ വിനയപൂർവ്വം പറഞ്ഞു, ഞാൻ അവിടുത്തെ ദാസനാകാൻ യോഗ്യനല്ല. കരുണാസാഗരമേ, കരുണ വർഷിക്കണമേ. കല്ലിൻ്റെ മുകളിൽ തൃക്കാൽ വെച്ച് അതിനെ മനുഷ്യ പദവിയിലേക്ക് ഉയർത്തിയതും ചണ്ടാളനെ സുഹൃത്തായി ഉയർത്തിയതും താഴ്ന്ന പടിയിലുള്ളവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ളതുമാണ് ഈ തിരു അവതാരം. ദയാലുവായ ശ്രീരാമൻ വാനരനുമായി കൈകോർത്ത് മൈത്രി സ്ഥാപിച്ചു. സുഗ്രീവൻ്റെ പൂർവ്വപുണ്യ സഞ്ചയം, ബ്രഹ്മാദികൾ കൊതിക്കുന്ന ദിവ്യരൂപം നേരിൽ കണ്ടുവല്ലോ. ശ്രീരാമൻ സുഗ്രീവന് വലം കൈ നീട്ടിയപ്പോൾ മുനിവേഷം വെടിഞ്ഞ് ഹനുമാൻ 2 കല്ലുകൾ എടുത്തുകൊണ്ടുവന്നു. ഇത് കൂട്ടി ഉരസി ഞാൻ തീയുണ്ടാക്കാം. 2 പേരും അഗ്നിസാക്ഷിയായി മൈത്രി സ്ഥാപിക്കണം. വിധിയുടെ തീരുമാനം ആർക്കാണ് മാറ്റാൻ സാധിക്കുന്നത്? നാരായണൻ വാനരനോട് സത്യം ചെയ്തിരിക്കുന്നു. ഹരേ കൃഷ്ണ. ബന്ധം സ്ഥാപിച്ചു. സുഗ്രീവന് എല്ലാവരേക്കാളും കൂടുതൽ ഭാഗ്യം ലഭിച്ചു. ഭാഗ്യശാലി നാരായണൻ്റെ മിത്രമായി. 2 പേരും 2 പേരുടെയും വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. ഹരേ കൃഷ്ണ. 2 പേരുടെ ഈ മൈത്രിയുടെ കഥ കേൾക്കുന്നത് പോലും ഭാഗ്യശാലികൾക്ക് മാത്രം ലഭിക്കുന്ന പുണ്യമാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ഓർക്കുക. ഇവിടെ ഭക്തനെ കാണാനായി ഭഗവാൻ അങ്ങോട്ട് ചെല്ലുകയാണ്. ഈ ശ്രവണം ഏറ്റവും പുണ്യമെന്ന് മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ. സുഗ്രീവൻ പറഞ്ഞു, സീതാദേവി എവിടെയാണെന്ന് സൂചന കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ 5 വാനരന്മാർ പർവ്വതത്തിലിരിക്കുകയായിരുന്നു. രാവണൻ്റെ രഥത്തിൽ ഒരു കന്യകയെ കണ്ടു. കൈകൾ ഇളക്കിയപ്പോൾ വളകിലുക്കം കേട്ടു. ഗരുഡൻ്റെ കൊക്കിലിരിക്കുന്ന പാമ്പിനെ പോലെ ഭയന്നിരുന്നു. കഴുത്തിൽ ഉത്തരീയവും മെയ്യിൽ ആഭരണങ്ങളും ഉണ്ടായിരുന്നു. അത് അങ്ങയുടെ പത്നിയായിരിക്കാമെന്ന് അനുമാനിക്കുന്നു. രഥത്തിലിരുന്നു കൊണ്ട് ആഭരണവും ഉത്തരീയവും താഴേക്കിട്ടു. ഞങ്ങളത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. സമ്മതം നൽകിയാൽ അത് കൊണ്ടുവരാം.
അത് അങ്ങയുടെ പത്നിയുടേതാണ് എന്ന് നോക്കൂ. മിത്രമേ, എവിടെ എവിടെ സീതയുടെ അടയാളങ്ങൾ കാണിച്ചു തരൂ. സുഗ്രീവൻ ആഭരണങ്ങൾ കൊണ്ടുവന്നു. അത് കണ്ട് ദുഃഖക്കടൽ ഇരമ്പി ഉയർന്നു. രാമൻ അവശനായി ഭൂമിയിൽ വീണു. സ്വന്തം കണ്ണുനീര് ശരീരത്തിൽ തിളങ്ങി വിലാപം തുടങ്ങി. ഇത് എൻ്റെ പ്രാണനാഥയുടെ ആഭരണമാണ്, അവളുടെ ഉത്തരീയമാണ്, എന്നെ അറിയിക്കാൻ വേണ്ടി താഴേക്കിട്ടതാണ്. എവിടെ ചെന്നാലാണ് കാണാൻ കഴിയുക എന്ന് വേഗം പറയൂ എൻ്റെ മിത്രമേ. ജാനകിയുടെ രൂപം എൻ്റെ മനസ്സിലുണ്ട്. ജാനകി കൂടെ ഇല്ലാത്തതിനാൽ എനിക്ക് ലോകം ഇരുൾ നിറഞ്ഞതായി തോന്നുന്നു. രാവും പകലും എനിക്ക് മനസ്സുറച്ച് നിൽക്കുന്നില്ല. എവിടെ ചെന്നാണ് എൻ്റെ പ്രിയ പത്നിയെ കാണുന്നത്? സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും എവിടെ ചെന്നിരുന്നാലും രാവണനെ ഞാൻ സംഹരിക്കും. എൻ്റെ വില്ലിൻ്റെ കരുത്ത് 3 ലോകത്തിനും അറിയാം. രാക്ഷസ കുലത്തെ ഞാൻ മുച്ചൂട് നശിപ്പിക്കും. ആർക്കും അവരെ രക്ഷിക്കാൻ കഴിയുകയില്ല. ലക്ഷ്മണ, അമ്പും വില്ലും കൊണ്ടുവരൂ. ഞാൻ ശത്രുവിനെ വധിച്ച് ശോകാഗ്നി അണയ്ക്കട്ടെ. സുഗ്രീവൻ വിവിധ ഉപായങ്ങളാൽ ശ്രീരാമൻ്റെ കോപം അടക്കി. ഹരേ കൃഷ്ണ. സീതാന്വേഷണം അങ്ങനെ സുഗ്രീവൻ ഏറ്റെടുക്കുന്നു. സുഗ്രീവൻ പറഞ്ഞു, സഖേ, വിശേഷിച്ച് കൂടുതൽ വിവരങ്ങൾ എനിക്കറിയില്ല. എങ്ങോട്ടാണ് പോയത്? കൊണ്ടുപോയ ആൾ എത്ര വീരനാണ്? എങ്ങനെയാണ് അങ്ങോട്ട് പോകേണ്ടത്? ഒന്നും അറിഞ്ഞുകൂടാ. അതിനാൽ കോപം അടക്കുക. ക്ഷമയാണ് ഇപ്പോൾ വേണ്ടത്. അത് നൽകിയാലും വാനരന്മാരെ കൊണ്ടുചെന്ന് രാവണനെ വധിക്കാം. ഒട്ടും വൈകാതെ അങ്ങയുടെ പ്രിയതമയെ വീണ്ടെടുത്തു തരാം. രാവണൻ എവിടെ വേണമെങ്കിലും പൊയ്ക്കൊള്ളട്ടെ. അങ്ങയുടെ മിത്രങ്ങൾ അവനെ വധിച്ചിരിക്കും. കരച്ചിലടക്കുക രാമ. ദുഃഖിക്കും തോറും ദുഃഖം വർദ്ധിക്കും. പണ്ഡിതന്മാർ ശോകം കൊണ്ട് തളരുകയില്ല. എനിക്ക് രാജ്യവും നഷ്ടപ്പെട്ടു, പ്രിയതമയെയും നഷ്ടപ്പെട്ടു. ഞാൻ മൃഗമാണ്, എന്നിട്ടും ഞാൻ ദുഃഖിക്കുന്നില്ല. അങ്ങ് ലോകനാഥൻ. ഭാര്യയെ ചൊല്ലി ഇങ്ങനെ ഖേദിക്കുന്നത് ഉചിതമല്ല. വെറുതെ പറയുകയല്ല, അങ്ങയെ സാക്ഷി നിർത്തി വാഗ്ദാനം ചെയ്യുന്നു, ഞാൻ അങ്ങയുടെ പത്നിയെ വീണ്ടെടുത്തു തരും. ഇങ്ങനെ എല്ലാ തരത്തിലും സുഗ്രീവൻ രാമനെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു. എന്നിട്ടും രാമൻ്റെ ദുഃഖം ശമിച്ചില്ല. രഘുപതി സുഗ്രീവൻ്റെ ഉപദേശത്തിന് മറുപടി പറഞ്ഞു. ബന്ധുക്കൾ, മിത്രങ്ങൾ, പുത്രന്മാർ ഇവരുടെയൊക്കെ വേർപാടുകൊണ്ട് മനുഷ്യർ ദുഃഖിക്കും. എന്നാൽ അതിലധികം ദുഃഖം ഭാര്യയെ പിരിയുമ്പോൾ ഉണ്ടാകും. ദേവിയെ കണ്ടെത്തുന്നതുവരെ എൻ്റെ ദുഃഖത്തിന് ശമനമുണ്ടാകുകയില്ല. സുഗ്രീവൻ വീണ്ടും പറഞ്ഞു, രാമ, എന്താണ് എനിക്ക് പറയാൻ കഴിയുക? ആജ്ഞ തന്നാലും ഞാൻ എൻ്റെ അറിവ് പോലെ അങ്ങയുടെ കാര്യം നടത്തിത്തരാം. ശ്രീരാമൻ പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ പ്രിയജനങ്ങളോടല്ലാതെ മറ്റാരോടാണ് പറയുക? താങ്കൾ എൻ്റെ മിത്രമാണ്, എന്നെ സഹായിക്കണം. എന്നെക്കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടെങ്കിൽ ഞാനത് സാധിച്ചു തരാം. സുഗ്രീവൻ അപ്പോൾ പറഞ്ഞു, മിത്രമേ, ശ്രദ്ധിച്ചു കേൾക്കണം. ഞാൻ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം. രാജാവ് നാലുപാടും നോക്കിക്കൊണ്ടിരുന്നു. ഒരു മരത്തിൻ്റെ താഴ്ന്ന ശാഖയിൽ 2 ആളും ഇരുന്നു. ലക്ഷ്മണൻ മറ്റൊരു ശാഖ ഒടിച്ചിട്ട് അതിലിരുന്നു. സുഗ്രീവൻ പറഞ്ഞു തുടങ്ങി, ബാലി രാജ്യവും പത്നിയെയും അപഹരിച്ചു. എന്നെ അപമാനിച്ചിരിക്കുന്നു. ഈ പർവ്വതത്തിൽ വന്ന് താമസിക്കുകയാണ്. മറ്റുപായങ്ങളൊന്നുമില്ല. വിധി അനുകൂലമായതുകൊണ്ട് ഞാൻ നിങ്ങളെ കണ്ടുമുട്ടി. രാമൻ സുഗ്രീവനെ ആശ്വസിപ്പിച്ചു. ബാലിയെ വധിച്ച് ഞാൻ നിങ്ങളുടെ ഭയം മാറ്റിത്തരാം. പക്ഷേ ഇവിടെ 2 സഹോദരന്മാർ തമ്മിലാണ് കലഹമുണ്ടായത്. ആരുടെയാണ് തെറ്റ്? വിശദമായി കേൾക്കാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ സുഗ്രീവൻ പറഞ്ഞു തുടങ്ങി. ഋഷരാജൻ എന്ന ഒരു രാജാവുണ്ടായിരുന്നു. ഞങ്ങൾ 2 പേരും അദ്ദേഹത്തിൻ്റെ മക്കളാണ്. കുറേ കാലം കഴിഞ്ഞു പിതാവ് സ്വർഗസ്ഥനായി. രാജ്യം ഭരിക്കാൻ 2 ആളെയും ബന്ധുക്കൾ ഉത്സാഹിപ്പിച്ചു. മന്ത്രിമാർ രാജാധികാരം ബാലിക്ക് കൊടുത്തു. അദ്ദേഹം യുദ്ധതൽപരനായിരുന്നു. 2 പേരും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ജീവിച്ചു. വിരോധമോ നിന്ദയോ പുച്ഛമോ ഒന്നുമില്ലായിരുന്നു.
പക്ഷേ വിധിയുടെ നിശ്ചയം ഖണ്ഡിക്കാൻ പറ്റുകയില്ല. സഹോദരന്മാരായ മായാവി, ദുന്ദുഭി എന്നീ അസുരന്മാർ ബ്രഹ്മാവിൻ്റെ അനുഗ്രഹത്താൽ ദുർജയരായി തീർന്നു. അവർ മായാവിദ്യ കൊണ്ട് 2 കാട്ടുപോത്തുകളായി ബാലിയെ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. ബാലി മായാവിയെ നേരിട്ടു. ഞാനും ജ്യേഷ്ഠനെ സഹായിക്കാൻ ചെന്നു. ഞങ്ങൾ 2 സഹോദരന്മാരെയും കണ്ട് മായാവി പേടിച്ചോടി. ഞങ്ങൾ അവനെ അന്വേഷിച്ചു നടന്നു. ചന്ദ്രൻ വെളിച്ചം കാണിച്ചു തന്നു. പാപിയായ അസുരൻ ഒരു ഗുഹയിൽ കയറി ഒളിച്ചു. ബാലി എന്നോട് അവൻ മായാവിയെ കൊന്നിട്ട് വരുന്നത് വരെ അവിടെ നിൽക്കുക എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ പറഞ്ഞു, മായാവി നമ്മളെ ജയിക്കാനുള്ള ഉദ്ദേശം ഉപേക്ഷിച്ചു എന്ന് തോന്നുന്നു. സംശയകരമായ സ്ഥാനത്തുകൂടി കടന്നു ചെല്ലരുത്. വീണ്ടും വീണ്ടും തടഞ്ഞിട്ടും കാലു പിടിച്ചപേക്ഷിച്ചിട്ടും ജ്യേഷ്ഠൻ കേട്ടില്ല. ജ്യേഷ്ഠൻ ആ ഗുഹയിലേക്ക് പോകാൻ തുടങ്ങി. എന്നിട്ട് എന്നോട് ഈ വിധം പറഞ്ഞു, നീ ഈ ഗുഹയുടെ വാതിൽക്കൽ കാവൽ നിൽക്കുക. ഞാൻ ഇതിനകത്ത് കയറി മായാവിയെ വധിക്കും. ഈ ഗുഹയുടെ പുറത്തേക്ക് ക്ഷീരമാണ് വരുന്നതെങ്കിൽ അസുരൻ മരിച്ചു എന്ന് വിചാരിക്കുക. ചോരയാണ് വരുന്നതെങ്കിൽ നീ വാതിലടച്ച് പൊയ്ക്കൊള്ളുക. ഈ വിധം പറഞ്ഞ് ബാലി ഗുഹയുടെ ഉള്ളിലേക്ക് പോയി. ഞാൻ ഗുഹവാതിൽക്കൽ കാത്തുനിന്നു. അങ്ങനെ 1 മാസം കഴിഞ്ഞു. അപ്പോൾ വാതിൽക്കലൂടെ ചോരയാണ് വന്നത്. അത് കണ്ടപ്പോൾ അസുരൻ ജ്യേഷ്ഠനെ വധിച്ചിരിക്കും എന്ന് കരുതി ഞാൻ ഒരു കല്ലെടുത്ത് ഗുഹവാതിൽ അടച്ചു. അതിനുശേഷം ഞാൻ തിരിച്ച് രാജ്യത്തിലേക്ക് മടങ്ങി. അങ്ങനെ 1 കൊല്ലം കഴിഞ്ഞു. ജ്യേഷ്ഠനെ കണ്ടില്ല. എല്ലാവരും പറഞ്ഞു ബാലി മരിച്ചു കാണുമെന്ന്. ജ്യേഷ്ഠൻ മരിച്ചതോർത്ത് ഞാൻ വളരെ സങ്കടപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ അന്ത്യക്രിയകൾ ചെയ്തു. ബന്ധുക്കൾ എന്നെ രാജാവായി വാഴിച്ചു. പിന്നീട് ബാലി അസുരനെ വധിച്ചിട്ട് വന്നു. ബന്ധുക്കളെ വിളിച്ച് എല്ലാവരോടും പറഞ്ഞു, അസുരനെ വധിക്കാൻ വേണ്ടി ഞാൻ ഗുഹയിൽ കടന്നു. ദുഷ്ടനായ സുഗ്രീവനെ വാതിൽക്കൽ കാവൽ നിർത്തിയിരുന്നു. അവൻ വലിയ പാറ കൊണ്ട് ഗുഹാമുഖം അടച്ചു. എന്നിട്ട് ഇവിടെ വന്ന് രാജ്യലക്ഷ്മിയെ അപഹരിച്ചു. വെൺകൊറ്റക്കുടയും ചെങ്കോലും എടുത്തു. മഹാദേവിയെയും സ്വീകരിച്ചു. ഈ പാപിയുടെ ഭാരം ഭൂമിയിൽ പതിച്ചല്ലോ. 1 കൊല്ലം കഴിഞ്ഞ് അസുരനെ വധിച്ചിട്ട് തിരികെ വന്ന് ഗുഹാമുഖത്തു നിന്നും പല പ്രാവശ്യം വിളിച്ചു. പിന്നെ ഞാൻ ഗുഹാമുഖം അടച്ചിരുന്നത് കണ്ട് ആ പാറ എൻ്റെ കാൽ കൊണ്ട് തട്ടിക്കളഞ്ഞ് പുറത്തു വന്നു. സഹോദരനായിട്ട് പോലും സുഗ്രീവൻ എന്നോട് അന്യായം പ്രവർത്തിച്ചു. അവൻ്റെ തലയറുത്താലേ എൻ്റെ ദുഃഖം തീരൂ. ദുഷ്ട, പോ, എനിക്കിനി ഈ ജീവിതത്തിൽ നിന്റെ മുഖം കാണണ്ട. ഈ വിധം എന്നോട് പറഞ്ഞു. ഞാൻ കാൽ പിടിച്ചു. വൃത്തിനായി ജീവിച്ചു കൊള്ളാം, അപരാധം ക്ഷമിക്കണം. മായാവിയുടെ മായ കൊണ്ടാണ് ഈ വിധം സംഭവിച്ചത്. അപരാധം ക്ഷമിക്കണമെന്ന് യാചിച്ചു. എനിക്ക് രാജാവായിരിക്കാൻ ഒട്ടും മോഹമില്ലായിരുന്നു. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞിട്ടും സമ്മതിച്ചില്ല. ഒരടിക്ക് നിന്റെ തല തല്ലിപ്പൊളിക്കുമെന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഞാൻ ബാലിയുടെ കോപം കണ്ട് പേടിച്ചു. ഈ അപമാനവുമായി ഓടി രക്ഷപ്പെട്ടു. ഇതാണ് രാമ എൻ്റെ തെറ്റ്. ഞാനിപ്പോൾ വനം തോറും അലഞ്ഞു നടക്കുകയാണ്. എല്ലാം ആ മായാവിയുടെ മായാപ്രവർത്തനങ്ങളാണ്. ഹരേ കൃഷ്ണ. കിഷ്കിന്ധാകാണ്ഡത്തിലെ ആദ്യ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കഥാരൂപത്തിൽ പറഞ്ഞത്. ഇനി അങ്ങോട്ട് വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ശ്രവണം തന്നെ അതിഭയങ്കരമായ ഫലമാണ് നമുക്ക് തരാൻ പോകുന്നത്. അത്ര പുണ്യമാണ്. ഇവിടെ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചു എന്നറിയില്ല, നാരായണനാണ് ഒരു മൃഗത്തിനോട് സഹായം ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് നാരായണൻ ഈ വിധം പ്രവർത്തിക്കുന്നത്?
ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഭഗവാൻ പൂർണ്ണ രൂപത്തിൽ മനുഷ്യരൂപം എടുത്ത് വന്നിരിക്കുന്നത് കൊണ്ട് ഒരു സാധാരണ മനുഷ്യൻ എന്തൊക്കെ ചെയ്യാമോ, എന്തൊക്കെ ചെയ്തു കൂടെന്നോ നമ്മളെ ഭഗവാൻ കാണിച്ചു തരികയാണ്. എങ്ങനെയാണ് ഒരു സാധാരണ മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത് എന്നും ഇവിടെ ഭഗവാൻ നമ്മളെ കാണിച്ചു തരുന്നു. അതുകൊണ്ടാണ് രാമായണം എന്ന ഇതിഹാസത്തിന് ഇത്രയും പ്രാധാന്യം ഈ കലിയുഗത്തിൽ വരുന്നത്. ഹരേ കൃഷ്ണ.